അള്ളാഹു ഭക്ഷണം ഏറ്റെടുത്ത്, റിസ്ക് അള്ളാഹു ഏറ്റെടുത്ത വിഷയമാണ്. നമ്മൾ ജോലിയിൽ പ്രയാസം, കച്ചവടത്തിൽ പ്രയാസം, അല്ലെങ്കിൽ ശമ്പളത്തിൽ ബർക്കത്ത് കാണുന്നില്ല, അങ്ങനെയൊക്കെ പറയുമ്പോഴേ അതിനൊരു പരിഹാരം അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽആഖിബതു ലിത്തഖ്വാ. സൂറത്ത് ത്വാഹ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറയാണ്. ഇൻഷാ അല്ലാഹ് സൂറത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഈ ആയത്ത് വരും. വഅ്മുർ അഹ്ലക ബിസ്സലാഹ്, നബിയെ അങ്ങയുടെ അഹ്ലുകാരോട്, വീട്ടുകാരോട് നിസ്കരിക്കാൻ അങ്ങ് കൽപ്പിക്കണമേ. വസ്തബിർ അലൈഹാ, ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അങ്ങും കുടുംബവും ക്ഷമയോടുകൂടെ കഴിഞ്ഞുകൂടുകയും ചെയ്യണം. ലാ നസ്അലുക റിസ്ഖ, എനിക്ക് ഭക്ഷണം തരാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക, നാമാണ് നബിയെ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. വൽആഖിബതു ലിത്തഖ്വാ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കാണ് അന്തിമ വിജയം ഉണ്ടാവുക. ഈ ആയത്തിൽ അള്ളാഹു എനിക്ക് നിങ്ങൾ ഭക്ഷണം തരണമെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാം. പക്ഷെ എന്താ കണ്ടീഷൻ? പ്രൊവൈഡഡ് you and your family establish prayer. നിങ്ങളും കുടുംബവും നിസ്കരിക്കണം. വാപ്പ നിസ്കരിക്കുന്നുണ്ട്, മക്കൾ നിസ്കരിക്കണില്ല. ഉമ്മ നിസ്കരിക്കുന്നുണ്ട്, മോൾ നിസ്കരിക്കുന്നില്ല. അങ്ങനെ അള്ളാഹു റിസ്ക് കൊണ്ട് പരീക്ഷിക്കും. അപ്പോൾ വാപ്പാൻ്റെ ജോലി പോകുന്നുണ്ട് അവിടെ, അല്ല ആങ്ങളൊക്കെ അവിടെ ജോലി പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ കച്ചവടത്തിൽ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അത് പരിഹരിക്കാൻ അള്ളാഹു പരിഹാരം പറഞ്ഞു തന്നു. വീട്ടുകാർ ഓരോരുത്തരും വഅ്മുർ അഹ്ലക, ഭാര്യ മാത്രമല്ല, നിങ്ങളുടെ മക്കൾ നിസ്കരിക്കാനായവർ മക്കൾ നിസ്കരിക്കണം, വീട്ടിലെ വാപ്പ നിസ്കരിക്കണം, ഉമ്മ നിസ്കരിക്കണം, പെങ്ങളുണ്ട് അവർ നിങ്ങളുടെ വീട്ടുകാർ നിസ്കരിക്കണം. അതിന് മുമ്പ് ആര് നിസ്കരിച്ചു തുടങ്ങണം? നിങ്ങൾ ആദ്യം നിസ്കാരം നിലനിർത്തണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നഹ്നു നർസുഖുക, നിങ്ങൾ അറിയാത്ത വിധം നിങ്ങളുടെ റിസ്ക് ഞാൻ കൊണ്ടുതരും, നിങ്ങൾ പേടിക്കണ്ട. നഹ്നു നർസുഖുക, ഇത് അള്ളാഹു ഏറ്റെടുത്തൊരു വിഷയമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റെടുത്തൊരു വിഷയമാണ്. അതുകൊണ്ട് നമ്മുടെ റിസ്ക്കിൽ വർധനവ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിസ്കാരം എന്ന് മാത്രമല്ല, വസ്തബിർ അലൈഹ, ആ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ക്ഷമയോടുകൂടെ നിങ്ങൾ നിലനിൽക്കണം. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നൊരവസ്ഥ വരും അല്ലേ? അതുവരെ ഒരു തിരക്കില്ല. അല്ലാഹു അക്ബർ എന്ന് കെട്ടി എപ്പോഴാണ് സലാം വിട്ട് പഠിച്ചോനെ, ഈ ഇമാം നീട്ടണ ഇമാമാണോ, ഈ ഇമാമിഞ്ഞ് സ്വീപ്പാക്കോ, ഇമാമിഞ്ഞ് ഏത് സൂറത്താണോ, ഒറ്റക്ക് ജഹരിയല്ലാത്ത സിറായ നിസ്കാരമാണോ, ഓത്ത് കേൾക്കൂല, ഇമാമറ്റ് ആലി ഇമ്രാൻ തുടങ്ങുന്നുണ്ടോ, സുബ്ഹാനല്ലാഹ് ഇനി എപ്പോഴേക്കും കഴിയുക, ഇങ്ങനെ വെറുതെ ടെൻഷൻ. എന്നാ നിസ്കാരം കഴിഞ്ഞിട്ട് കാര്യമായ പണിയൊന്നും ഇല്ലതാനും. പക്ഷേ നിസ്കാരത്തിലേക്ക് എത്തുമ്പോൾ അത് ഇബ്ലീസിന്റെ ഒരു പ്രശ്നമാണ്. പെട്ടെന്ന് ധൃതി പിടിപ്പിച്ച് വേഗം തീർത്ത് നമ്മൾ ഓടിപ്പിക്കോടുന്നു. പെട്ടെന്ന് നീ പൊയ്ക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് 5 വക്ത നിസ്കാരത്തിലൂടെ 3, 15, 1000, അതായത് ഓരോ നിസ്കാരം കഴിഞ്ഞാലും 33 സുബ്ഹാനല്ലാഹും 33 അൽഹംദുലില്ലാഹി 33 അല്ലാഹു അക്ബറും ചൊല്ലൽ സുന്നത്താണ്. അത് നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 10 സുബ്ഹാനല്ലാഹും 10 അൽഹംദുലില്ലാഹും 10 അല്ലാഹു അക്ബറും, ഓരോ 10നും അല്ലാഹു തആല ഓരോ ഒന്നിനും 10 കൂലിയാണ്. അപ്പോ നിങ്ങൾ അവിടെ ചൊല്ലുന്ന 30 അല്ലാഹു കൂലി എത്ര തരുന്നത്? 300 അങ്ങനെയാണെങ്കിൽ 5 വക്ത നിസ്കാരത്തിന് എത്ര കിട്ടുന്നത്? 1500. തങ്ങൾ പറഞ്ഞു 1500 ഹസനത്ത് നിങ്ങൾക്ക് എങ്ങനെ നഷ്ടപ്പെടാനാണ്? നിങ്ങൾ എന്തുകൊണ്ട് നഷ്ടപ്പെടുത്തുന്നു? അപ്പൊ സ്വഹാബിമാര് പറയാം, പൊന്നാര നബിയെ, ഈ 1500 നഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? ഞങ്ങൾ പറഞ്ഞു ഉണ്ട്. ഇബ്ലീസ് നിങ്ങളുടെ അടുത്തേക്ക് വരും, യുദക്കിറുക്കും ഹാജത കഥാ വ കഥാ. അല്ലടോ, നിനക്ക് പോയിട്ട് പണിയില്ലേ? നീ എന്താ ഇരിക്കണത്? നിനക്ക് ഇന്ന പണി ചെയ്യാനില്ലേ? നിനക്ക് അവിടെ അവനെ വിളിക്കണ്ടേ, ഇവനോട് കോൾ ചെയ്യണ്ടേ, അവിടെ പോവണ്ടേ, ഇവിടെ പോവണ്ടേ എന്ന് നിങ്ങളെ കൊണ്ട് ധൃതി പിടിപ്പിച്ച് ഈ 10 സുബ്ഹാനല്ലാഹ് പോലും ചൊല്ലാൻ ഇബ്ലീസ് നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കൂല. സുബ്ഹാനല്ലാഹ് 33 ചൊല്ലാൻ സമയമല്ല, 10 സുബ്ഹാനല്ലാഹ് പറയാൻ എത്ര സമയമാണ് ഒന്ന് പറഞ്ഞു നോക്കി. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. 12 അര മിനിറ്റ് വേണ്ട, അര മിനിറ്റ് വേണ്ട, അതല്ല രസം. അതുപോലും നിങ്ങളെ ചെയ്യിപ്പിക്കൂല ഇബ്ലീസ്. 1500 ഹസനത്താണ് നിങ്ങൾ കിട്ടാൻ ഒരു ദിവസം. 1500 ഹസനത്ത് അതവൻ നഷ്ടപ്പെടുത്തി കളയും. നിങ്ങളെ ഓരോന്നും ഓർമ്മിപ്പിക്കും. നിസ്കാരത്തിനിടയിൽ അത് വരുള്ളൂ. സുബ്ഹാനല്ലാഹ്. കളി കാണുമ്പോൾ അത് ഓർമ്മ വരുന്നില്ല, TV കാണുമ്പോൾ ഓർമ്മ വരും, ന്യൂസ് കാണുമ്പോൾ അത് ഓർമ്മ വരില്ല. പക്ഷെ നിസ്കരിക്കുമ്പോൾ അതൊക്കെ ഓർമ്മിപ്പിക്കുവാൻ.
അതുകൊണ്ട് നിങ്ങൾ അവനെ സൂക്ഷിക്കണമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്തുബിർ അലൈഹ, അതുകൊണ്ട് നിസ്കരിക്കണമെന്ന് മാത്രമല്ല പറയാ, നിസ്കാരത്തിൽ ഖുശൂഅ് കൂടെ ഉണ്ടാവണം. എങ്കിൽ നിങ്ങളുടെ റിസ്ഖിൽ അല്ലാഹു വർധനവ് തരും. നിസ്കാരത്തിൽ ഭയഭക്തി വേണം. അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ഓർമ്മയിൽ നിസ്കരിക്കണം. അള്ളാഹു നമുക്ക് ഖുശൂഅ് നൽകട്ടെ. അതുകൊണ്ടാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. വിജയിച്ചവർ എന്ന് അള്ളാഹു പറഞ്ഞ വിഭാഗം അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള ആളുകളാണ് വിജയിച്ചവര്. അവരാണ് വിജയിച്ചവർ. അവർ പാസ്സാണ്, അല്ലാത്തൊരു പാസ്സാവുമെന്നറിയില്ല. അവർ അഫ്ലഹ്, അവർ വിജയിച്ചവരാണ്. അള്ളാഹു നമ്മളൊക്കെ വിജയിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബ്. അള്ളാഹു റസ്സാഖാൻ, അതുകൊണ്ട് റിസ്ഖ് അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങൾ അള്ളാഹുവിന് ഖുശൂഅോടുകൂടെ ഭയഭക്തി, ഖുശൂഅ് എന്ന് പറഞ്ഞാൽ ഭയഭക്തി, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വേണം നിസ്കാരത്തിൽ. അങ്ങനെ നിങ്ങളും കുടുംബവും നിസ്കരിക്കുകയാണെങ്കിൽ നഹ്നു നർസുഖുക, നിന്റെ ജോലിയൊക്കെ ഞാൻ ശരിയാക്കി തരാം, നിന്റെ കച്ചവടം ഞാൻ ശരിയാക്കി തരാം, നിന്റെ റിസ്ഖിന്റെ വിഷയം ഞാൻ ശരിയാക്കി തരാം, ഞാൻ ജബ്ർ ചെയ്യാം, നീ വിഷമിക്കണ്ട. നഹ്നു നർസുഖുക ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ, വൽ ആഖിബതു ലിത്തഖ്വാ. അല്ലാഹു ഭക്ഷണം തന്നാലും ഇല്ലെങ്കിലും ദുനിയാവിൽ ജസദിൻ്റെ ശരീരത്തിൻ്റെ ഭക്ഷണമായ ത്വആം, ഭക്ഷണങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ അള്ളാഹു തന്നാലും ഇല്ലെങ്കിലും വൽ ആഖിബ, അവസാനത്തെ വിജയം ലിത്തഖ്വാ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കാണ്. പട്ടിണി കിടന്നാലും തഖ്വ ഉണ്ടോ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇനി പട്ടിണി കിടന്നില്ല എന്ന് വിചാരിക്കുക, തഖ്വ ഉണ്ടോ അവർക്ക് രക്ഷപ്പെടാം.